കൊല്ലത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയ സ്ഥലത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് സുരക്ഷയോടെയാണ് അറ്റകുറ്റപ്പണികൾ. ദേശീയപാത 66 ബൈപ്പാസ് റോഡിൽ കാവനാട് ആൽത്തറമൂട്ടിലാണ് വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. AV ജയശങ്കർ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം. കൊല്ലം ജില്ലയിൽ ദേശീയപാതയുടെ പണി പുരോഗമിക്കുമ്പോൾ വിവിധയിടങ്ങളിൽ റോഡുകളിൽ വലിയ തോതിൽ വിള്ളലുകൾ സംഭവിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ദേശീയപാത 66 ബൈപ്പാസ് റോഡിൽ കാവനാട് ആൽത്തറമൂടിലെ ആ ബൈപ്പാസ് റോഡിന് മുകളിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സിമെന്റ് ഇട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഈ സിമെന്റിന്റെ ഇല്ലെങ്കിൽ ഇതിന്റെ അടിയിലാണ് വിള്ളൽ കണ്ടെത്തിയിരുന്നത്. പിന്നീട് അറ്റകുറ്റപ്പണിക്കൊക്കെ തന്നെ ദേശീയപാത അതോറിറ്റി അധികൃതർ എത്തിയെങ്കിൽ പോലും നാട്ടുകാർ തടയുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടിയാണ് അറ്റകുറ്റപ്പണികൾ നടക്കാൻ പോകുന്നത്. ഇന്ന് അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നമുക്ക് വ്യക്തമായി നോക്കിയാൽ ഈ സിമെന്റ് പൊടി ഇട്ടിരിക്കുന്നതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് വിള്ളലുകളൊക്കെ തന്നെ കണ്ടെത്തിയത്. മഴയൊക്കെ ഉൾപ്പെടെ പെയ്തു കഴിഞ്ഞാൽ ഈ വിള്ളലിൻ്റെ തോത് വർദ്ധിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അങ്ങനെ കളക്ടറുടെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് അടിയന്തരമായി ഇന്ന് തന്നെ ഈ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് 11 മണിയോടെ കൂടിയൊക്കെ തന്നെ ഇത്തരത്തിൽ പോലീസിൻ്റെ സുരക്ഷയോടുകൂടി ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കും. കൊല്ലം ജില്ലയിൽ നമ്മൾ പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ ജില്ലയിലെ പല ഭാഗത്തും ഈ ദേശീയപാതയിൽ പലയിടങ്ങളിലും വലിയ തോതിലുള്ള വിള്ളലുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവും രേഖപ്പെടുന്നുണ്ട്. കാരണം ആളുകളെ സംബന്ധിച്ച് ഇത് വലിയ ആശങ്കയാണ്. കാരണം ഈ വിള്ളലുകൾ വലുതായി പാലം ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതൊക്കെ തകരുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. എന്തായാലും ജില്ലാ കളക്ടറുടെ ഇടപെടലിനെ തുടർന്നാണ് ഇന്നെന്തായാലും അറ്റകുറ്റപ്പണികൾക്ക് വഴിയൊരുക്കുന്നത്. കാരണം മഴക്കാലം വരികയാണ്. വലിയ മഴ പെയ്താൽ ചെറിയ വിള്ളലുകൾ അത് വെള്ളം ഊഴിന്നിറങ്ങിക്കൊണ്ടത് വലുതാകാനുള്ള സാധ്യതയുണ്ട്. വലിയ അപകടത്തിലേക്ക് പോകും. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഈ വിള്ളലുകൾ സംബന്ധിച്ചില്ല എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. കാരണം ഇത് ചെറിയ വിള്ളലുകളാണ്, അറ്റകുറ്റപ്പണി നടത്താവുന്ന കാര്യമേ ഉള്ളൂ എന്നും ദേശീയപാത അതോറിറ്റി പറഞ്ഞു. എന്തായാലും അധികം വൈകാതെ ഈ നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തെ വിള്ളലുകളിൽ അറ്റകുറ്റപ്പണി നടക്കും. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ.